ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ഗോപകുമാർ, ഈ നിങ്ങളുടെ പ്രസിഡന്റിനെ വിളിച്ചതിലാകട്ടോ ഇപ്പോൾ ആളുകൾക്ക് അമർഷം. പാലക്കാടുകാരനാണ് ശ്രീ ഗോപകുമാർ, കേൾക്കുന്നില്ലേ? നമസ്കാരം. നിങ്ങളുടെ പ്രസിഡന്റിനെ എന്ത് അടിസ്ഥാനത്തിലാണ് വിളിക്കുന്നതെന്നാണ് ചോദിക്കുന്നത് പരിപാടിക്ക്? അത് പറഞ്ഞോട്ടെ. അവരിപ്പോ ഒരു ചൊല്ലുണ്ട്, പഴഞ്ചൊല്ലുണ്ട്. മറ്റേ ശരിക്കും പറയാം, നമ്മളെ ഈ ചാനലില് ഇതായ കാരണം കൊണ്ട് നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. അത് കാരണം കൊണ്ട് ആ പഴഞ്ചൊല്ല് മനസ്സിലായി കാണുന്നു വിചാരിക്കും. ഞാൻ ആ പഴഞ്ചൊല്ല് കരഞ്ഞു തീർക്കുക. അല്ലെങ്കിൽ നമുക്ക് പറയാതിരിക്കാം. ശരി, അത് നമ്മൾ കരഞ്ഞു തീർക്കാന്ന് പറഞ്ഞു നിർത്തിയത്. അത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. ഇതേമാതിരി എത്രയൊക്കെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ മറ്റേ നമ്മളെ ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആണ് രാജീവ് ചന്ദ്രശേഖരൻ എന്നത് സത്യമാണ്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അയാളെ അഭിസംബോധന ചെയ്തത് എങ്ങനെയായിരുന്നു? എല്ലാരും കണ്ടതല്ലേ, വാർത്തയില് ചാനലിൽ കണ്ടതല്ലേ. മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മുഖ്യമന്ത്രി മന്ത്രിയെ ക്ഷണിക്കാതെ മുൻ മന്ത്രിയെ ക്ഷണിച്ചു എന്നൊക്കെ അവര് പറയുന്നത്. അല്ല, മുൻ മന്ത്രിയെ വിളിച്ചു. മുൻ മന്ത്രി എന്നുള്ള നിലയ്ക്കാണല്ലോ അത് തീരുമാനമായല്ലോ. ബിജെപിയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് അല്ലല്ലോ. കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ ടോപ്പ് ആള് മുഖ്യമന്ത്രിയാണ്, കേരള മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ രാത്രി വൈകുന്നേരത്ത് 12 മണിക്കോ ഇന്ന് രാവിലെ 9 മണിക്കോ അല്ല മുഖ്യമന്ത്രിക്ക് ഈ വിവരം കൊടുത്തിരിക്കുന്നത്. ആഴ്ചകളോളം സമയം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റേ PMOനോട് ആവശ്യപ്പെടായിരുന്നു, ഞാൻ വരണമെങ്കിൽ എന്റെ മരുമകൻ വരണം, അല്ലെങ്കിൽ ഞാൻ വരണമെന്നുണ്ടെങ്കിൽ മരുമകനായിട്ടുള്ള അല്ലെങ്കിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയല്ലേ നിങ്ങളെ മരുമകൻ എന്ന് പറയുന്നത് അദ്ദേഹവും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഒരു ബന്ധമാണ്. പക്ഷേ ഈ സംസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ഒരു പോർട്ട്ഫോളിയോ ഉണ്ട്. അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ മരുമകനായതുകൊണ്ട് പരിപാടിക്ക് വിളിക്കില്ല എന്ന് പറയുന്നത് ശരിയാണോ? മുഹമ്മദ് റിയാസ് എന്ന പേരുള്ള ഞങ്ങളുടെ പൊതുമരാമത്ത് മന്ത്രിയെ വിളിക്കണം, ഇന്ന ആൾക്കാരെ വിളിക്കണം, പ്രോട്ടോകോൾ പ്രകാരം ഇന്ന ആൾക്കാരെ വിളിക്കേണ്ടതായിരുന്നു എന്നൊരു അഭിപ്രായം മുഖ്യമന്ത്രിക്ക് പറയായിരുന്നു. ഇന്നലെ രാത്രി 12 മണിക്കല്ല കൊടുത്തിരിക്കുന്നത് ഈ വിവരം. അതൊന്ന്. പിന്നെ ആരൊക്കെ ഇവിടെ 2-3 ആൾക്കാർ പറഞ്ഞു, അത് മുഴുവൻ പറയാനുള്ള സമയം താങ്കൾ എനിക്ക് തരില്ലെന്നറിയാനുള്ള കാരണം കൊണ്ടാണ് ഞാനത് പൊതുജനങ്ങളുടെ പൈസ എടുത്തിട്ട് ഉദ്ഘാടനം ചെയ്യാണ്, പൊതുജനത്തിന്റെ പൈസയാണെന്നുള്ള ഉദ്ഘാടനം ചെയ്യുന്നത് പറയുന്നത്. ഇന്ന് തന്നെ ഇവർ ഉദ്ഘാടനം ചെയ്തെന്നുള്ള പൊതുപണം ഉപയോഗിച്ചിട്ട് കെട്ടിയ ഒരു കായിക ഭവൻ എന്ന് പറഞ്ഞ സംഭവം ഉദ്ഘാടനം ചെയ്തത്. അതിന് പടി കഴിഞ്ഞിട്ടാണ് ഇവർ ഉദ്ഘാടനം ചെയ്യുന്നത്. ഇത് 1-ാം നമ്പർ അജണ്ടയല്ല ഇവരുടെ. അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞത് മനുഷ്യ കണ്ടില്ലേ? ആ ഉദ്ഘാടനത്തിന്റെ ആ ബിൽഡിങ്ങിന്റെ അങ്ങനെ ഈ കായിക ഭവൻ എന്ന് പറഞ്ഞ സംഭവത്തിന്റെ ഉദ്ഘാടനത്തിനുള്ള സ്റ്റേജ് ആയിട്ടുണ്ടോ ബിൽഡിങ്? ഇല്ലല്ലോ. ഇതേമാതിരി തന്നെ നമ്മുടെ ഇതിന്റെ മുന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി കണ്ണൂരില് വിമാനത്താവളം കെട്ടിയപ്പോ അതിന്റെ ഉദ്ഘാടനം കഴിച്ചില്ല. ഉദ്ഘാടനം കഴിക്കാണ്ട് പിണറായി വന്നിട്ട് ഉദ്ഘാടനം കഴിച്ചു. അത് ഉദ്ഘാടനം കഴിച്ചല്ലോ. കണ്ണൂരിലൊരു വിമാനം ഇറങ്ങി എന്ന് പറഞ്ഞല്ലേ പിന്നെ വിവാദമായത്. വിമാനം ഇറങ്ങിയത് പറക്കല നോക്കിയത്, ആദ്യത്തെ പറക്കൽ ടേക്ക് ഓഫ്, അല്ലാതെ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തിട്ടില്ല. മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്കാണ് ഞാൻ സംസാരിച്ചത്. അങ്ങനെ ഇരട്ടത്താപ്പ്. ഇപ്പൊ സന്തോഷ് വെള്ളരിക്കൊണ്ട് പറയുന്നുണ്ട് പന്തിയിൽ പക്ഷാഭേദം പാടില്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ CPM-ന്റെ മന്ത്രിസഭയില് ഉള്ള മന്ത്രിമാരെ ഒഴിവാക്കിയില്ലേ? അല്ല, ആരോഗ്യമന്ത്രി ആയിരുന്നില്ലേ ശൈലജ? ഇദ്ദേഹത്തിന് ഇപ്പോഴുള്ള ഈ പൊതുമരാമത്ത് മന്ത്രി എന്ന് പറയുന്ന റിയാസിനെ ഇവര് മറ്റേ വർഗീയം പറഞ്ഞ് കയറ്റിയിട്ടാണ് ഇതിൽ സംസാരിക്കാൻ നോക്കുന്നത്. പലരും വർഗീയത പറഞ്ഞ് കയറ്റാൻ നോക്കുകയാണ്. അയാൾ മുസ്ലിം ആയതുകൊണ്ടാണ് ക്ഷണിക്കാത്തതെന്നുള്ളത്. അതൊക്കെ വെറുതെ. അപ്പൊ എങ്ങനെയാണ് ശൈലജ ടീച്ചർ എങ്ങനെയാണ് ഈ മന്ത്രിസഭയിൽ ഇല്ലാണ്ട് പോയത്? പന്തിയിൽ പക്ഷഭേദം ഇല്ലെങ്കിൽ പന്തിയിൽ പക്ഷഭേദം ഉണ്ടായിരുന്നോ? അല്ല, അത് അവരുടെ പാർട്ടിയുടെ തീരുമാനമല്ലേ ആരെ മന്ത്രിയാക്കണം. അപ്പൊ ഇത് കേന്ദ്ര പാർട്ടി. ഇവർ തല കീഴാക്കി നിന്നാലും തല കീഴ്പോട്ടും കാല് മേപ്പോട്ടും ആക്കി നിന്നാലും ഇവർക്ക് കേന്ദ്രത്തിൽ ഭരിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം സത്യാവസ്ഥയാണ്. അപ്പൊ കേന്ദ്രം തീരുമാനിക്കും എന്ത് ചെയ്യണം. PMO തീരുമാനിക്കും. ഏത് PMO ആയിക്കോട്ടെ. CPM-ന്റെ PMO അവിടെ ഉണ്ടാവില്ല, PM ഉണ്ടാവില്ല എന്ന് ഉറപ്പല്ലേ? ശരി, ഓക്കെ, വ്യക്തമാണ്. താങ്കളുടെ അഭിപ്രായമൊക്കെ വ്യക്തമാണ്. ഓക്കെ, കറക്റ്റ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.